ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്ന് രാവിലെ ആശയും കുഞ്ഞുങ്ങളും വീട്ടിലോട്ട് വന്നിട്ടുണ്ടായിരുന്നു. അവ്യക്ക് എക്സാം നടക്കുമായിരുന്നു കേട്ടോ. അപ്പോൾ എക്സാം കഴിഞ്ഞപ്പോൾ നേരെ നമ്മുടെ വീട്ടിലേക്ക് വന്നു. നമ്മൾ അവിടെ ഫുഡൊക്കെ ഉണ്ടാക്കി കഴിച്ചു. എന്നിട്ട് നമ്മൾ ഇറങ്ങാൻ ഭാവിച്ചപ്പോഴത്തേക്കിനും മഴ വന്നു എന്ന് പറഞ്ഞാൽ നല്ല കാറ്റൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ കാര്യമായിട്ട് പെയ്തില്ല. ഒരു ചാറ്റലോടുകൂടിയൊക്കെ മഴ അങ്ങ് നിന്നു. അപ്പം ഞങ്ങൾ ആശയുടെ വീട്ടിലേക്കുള്ള എഴുന്നള്ളത്താണ് നിങ്ങളിപ്പോൾ ലൈവിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. സോറി, ലൈവ് അല്ല, വീഡിയോയിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പം ഷോർട്ട് കട്ട് ഉണ്ട്, നമുക്ക് പെട്ടെന്ന് അവിടേക്ക് പോകാനുള്ള. അപ്പം പതിയെ 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 കളിയും കാര്യവും ഒക്കെ പറഞ്ഞ് പോകാമെന്ന് കരുതിയിട്ട് ഈ പിള്ളേർ ഇതുവഴിയാണ് ഞങ്ങളെ കൊണ്ടുവന്നത്. അപ്പം ഇവിടെ കൃഷ്ണസ്വാമി അമ്പലത്തിലെ ഉത്സവം നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പം ഐസ്ക്രീം മേള എന്ന് എഴുതിയേക്കുന്നത് കണ്ടപ്പം എല്ലാവർക്കും അങ്ങോട്ടൊരു സൈഡ് വലിവ്. അപ്പം ഞങ്ങളെ മാടി മാടി വിളിച്ചു. ഞങ്ങൾ അവിടേക്ക് ചെന്നു. അവിടേക്ക് ചെന്നപ്പോൾ തന്നെ ഇഷ്ടമുള്ള ഫ്ലേവർ ഓരോരുത്തരും കൊണ്ട് പറയാൻ തുടങ്ങി. ഇതൊന്നും നമ്മുടെ പിള്ളേർക്ക് ആരും പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഇതൊക്കെ അവർ വളർന്നു വരുന്നതിനനുസരിച്ച് ഇതിന്റെ ഫ്ലേവറുകളും ഇതിന്റെ ടേസ്റ്റും ഒക്കെ അവർക്ക് നന്നായിട്ട് അറിയാം. ഇത് ഏത് ഫ്ലേവർ ആണെന്ന് ചോദിച്ചാൽ അവർക്ക് നന്നായിട്ട് പറയാൻ പറ്റും. അപ്പോൾ അവിടെ ഒരുപാട് കടകളുണ്ട് കേട്ടോ. വൈകുന്നേരമാണ് കൂടുതൽ കച്ചവടം തുടങ്ങുന്നത്. അപ്പം ബജിയൊക്കെ ഉണ്ട്. അപ്പം ഞാൻ പറഞ്ഞു കുറച്ചുകൂടെ ലേറ്റ് ആയിട്ട് ഇറങ്ങി. ഇപ്പം 3 മണി എന്തോ ആയിട്ടുള്ളൂ. ബജിയൊക്കെ ഉണ്ട്. അപ്പം ബജിയൊക്കെ വാങ്ങിച്ച് കഴിക്കുന്നതായിരുന്നു നല്ലത്. ഐസ്ക്രീം വാങ്ങിക്കേണ്ട ആവശ്യമില്ലായിരുന്നു എന്നൊക്കെ ഞാൻ വഴക്ക് പറഞ്ഞു. പിന്നെ പിള്ളേരല്ലയോ. അപ്പം ഇതാണ് കൃഷ്ണസ്വാമി അമ്പലം. നമ്മൾ അവിടെ നിന്ന് എങ്ങനെ നടന്ന് കുറേ മുന്നോട്ട് വന്നിട്ട് ഒരു തണലുള്ള സ്ഥലം നോക്കിയിട്ട് ഞങ്ങൾ അവിടെ നിന്നങ്ങ് ഐസ്ക്രീം കഴിച്ചു. ഞങ്ങൾ എല്ലാവരും അങ്ങനെ വിഷ്ണുദാ കറമുറ എന്ന് കഴിക്കുന്ന കണ്ടില്ലയോ. മഴക്കോള് കൊണ്ട് ഭയങ്കര മഴ വരുന്നുണ്ട് കേട്ടോ. നല്ല മഴ കയറി വരുന്നുണ്ട്. ഞങ്ങൾ മഴയ്ക്ക് മുമ്പ് വീടെത്തണം. അങ്ങനെ അമ്പലവും ചുറ്റുപാടും ഒക്കെ കണ്ട് കേട്ട് ഞങ്ങൾ ഇങ്ങനെ നടന്നു പോവുകയാണ്. ഈ പരിസരത്ത് തന്നെ ഒരുപാട് സർക്കാർ ഓഫീസുകളുണ്ട് കേട്ടോ. ഒരുപാട് സ്ഥാപനങ്ങളുണ്ട്. ഓണാട്ടുകാരിയുടെ സൗന്ദര്യം ശരിക്കും പറഞ്ഞാൽ ഈ നാടിന്റെ ഏറ്റവും വലിയൊരു ഗുണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടുത്തെ ഓഫീസുകൾക്കൊക്കെ, അതായത് നമുക്കൊരു സർക്കാരിന്റെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമുക്ക് അങ്ങനെ അങ്ങോട്ടൊന്ന് പോയി അതിനപ്പുറത്തോട്ടൊന്ന് പോയി കിലോമീറ്ററുകൾക്ക് അപ്പുറത്തേക്ക് ഒന്ന് പോകേണ്ട, എല്ലാം ആ ഒരു പരിധിക്കകത്ത് തന്നെ എല്ലാ സ്ഥാപനങ്ങളും ഉണ്ട് കേട്ടോ. അപ്പൊ അതാ കണ്ടില്ല, പ്രതിമ കണ്ടില്ലേ, അത് നേരത്തെ ഈ അമ്പലത്തിലുണ്ടായിരുന്ന ഒരു ആനയുടെയാണ് കേട്ടോ. ഉണ്ണിക്കണ്ണൻ അങ്ങനെ എന്തോ ആണ് പേര്. അപ്പം ആ പ്രതിമയൊക്കെ കണ്ടില്ലേ നിങ്ങൾ. ഞങ്ങൾ അതൊക്കെ കണ്ട് കേട്ട് അങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് അവള് എന്ന് നോക്കിയിട്ട് അതിനകത്തോട് നോക്കിയിട്ട് ഞങ്ങളെല്ലാവരും വിളിച്ചിട്ടുണ്ട്. അതിനകത്ത് ആന നിൽക്കുന്നുണ്ട്, ആനയെ കാണാമെന്ന് പറഞ്ഞിട്ട് ഞങ്ങളെല്ലാവരും വിളിക്കും. ഞങ്ങളെല്ലാവരും കൂടെ വഴി നീളെ ആനയെ കണ്ടു. പിന്നെ ഞങ്ങൾ കുറേ കളികളൊക്കെ കളിച്ചുകൊണ്ടാണ് റോഡിൽ കൂടെ ഇങ്ങോട്ട് വന്നത് കേട്ടോ. കുറേ ഗെയിമൊക്കെ കളിച്ചു. ഇനി ഞങ്ങൾക്ക് ചായക്ക് കടി വാങ്ങിക്കണം. അനന്തപുരി ടേസ്റ്റി ട്രീറ്റ്സ് എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ കയറിയിട്ട് ഞങ്ങൾ കുറേ സാധനങ്ങളൊക്കെ വാങ്ങിച്ചു. പപ്സ്, പിന്നെന്താ ബോണ്ട, അതൊക്കെ അങ്ങനെ നമ്മൾ ഇതെല്ലാം കണ്ട് കേട്ട് നമ്മൾ വീട്ടിലേക്ക് പോകാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ് കേട്ടോ. ഞങ്ങൾ അവിടെ പോസ്റ്റ് അടിച്ച് നിൽക്കുന്നുണ്ട്. ആശയൊക്കെ സാധനം വാങ്ങിക്കുന്നു. ബായ്.